കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ നമ്മുടെ പഞ്ചാബ് FC-യോട് 3-1 പരാജയമാണ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ നിലവിലും നമ്മൾക്ക് ഒരു വിജയം പോലും ഇല്ലാതെയാണ് ഈ ഒരു ISL സീസൺ കടന്നു പോകുന്നത്. ഒരു വിജയം, 6 കളിയിൽ നിന്ന് ഒരു വിജയം പോലും ഇല്ലാതെയാണ് നമ്മുടെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. 5 പരാജയം, ഒരു സമനില. അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ ടീമിന്റെ അവസ്ഥ നോക്കിയാൽ റെലഗേഷന് വേണ്ടി എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് I-ലീഗിലേക്ക് എത്തിക്കിട്ടിയാൽ മതി എന്ന രീതിയിലാണ് ടീമിന്റെ പെർഫോമൻസ്. എന്ത് പറയാനാണ് ബോസ്, നമ്മുടെ അവസ്ഥ ഇങ്ങനെയായില്ലേ, നമ്മുടെ ഫാൻസിന്റെ അവസ്ഥ. ഇന്നലത്തെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കളി ക്ലോസ് ആക്കി. 3-0 കളി ഞാൻ ഒഴിവാക്കി. പിന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു ഗോൾ അടിക്കണം. എന്താ ഒരു കളിൻ്റെ ഒക്കെ അവസ്ഥ, എന്ത് പറയാനാണ് ആ ഒരു കളി. എന്താണ് അവിടെ ചെയ്യുക, കോച്ചിന്റെ പ്ലാൻ എന്താ, പ്ലേയേഴ്സ് എന്താണ് അവിടെ വന്ന് ചെയ്യുന്നത്. അതും മറ്റേ 3 ബാക്കൊക്കെ കളിക്കുന്ന സിസ്റ്റം നോക്കുന്നുണ്ട്, 2 വിങ് ബാക്കൊക്കെ വെച്ച്. അത് ഏതായാലും അടിപൊളി ആയിക്കണേ, ആ ഒരു സിസ്റ്റം ഒക്കെ നല്ല രീതിയിൽ വർക്ക് ആയിക്കണേ. എന്താണ് അവസ്ഥ ഈ കളി. കഴിഞ്ഞ കളി സമനിലെങ്കിലും കിട്ടി, ഈ കളി അതടക്കല്ലേ ഹോമിൽ തുടർച്ചയായി 4 കളിയും ഹോമിൽ തോറ്റു. എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഹോമിൽ കളി വെക്കേണ്ടതാണ്. കാരണം ഹോമിൽ കളി വെക്കാതിരിക്കുമ്പോൾ മെച്ചം എന്താ അറിയോ, നമ്മൾ എവയിൽ 2 കളികൾ കളിച്ചിട്ട് അപ്പോൾ അതിൽ ഒരു കളി സമനില കിട്ടി. അപ്പം ഇനി സമനിലെങ്കിലും കിട്ടിയാലോ എവയിൽ പോയി കളിച്ചാൽ. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഹോമിൽ നമ്മൾ ഈ ഫാൻസ് ഇവന്തോ നമ്മളെ 40,000 അത്രയും ഹ്യൂജ് ക്രൗഡ് ഉണ്ടായത് ഇപ്പോൾ 4,000 5,000 ആണ്. അതിലിപ്പോൾ ഇന്നലത്തെ കളീൻ്റെ അറ്റൻഡൻസ് എനിക്കറിയില്ല. അതൊരു ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ 4,000 ആളുകൾ കളി കാണാൻ പോയി എന്ന് വെച്ചാൽ 4,000 ആൾക്കാരെ പൈസ പോയില്ലേ. അവരത്ര എഫേർട്ട് ഇട്ടത് ആ ഒരു ടിക്കറ്റും പൈസ, അവിടെ ട്രാവൽ ഫീസ്, ഫുഡിൻ്റെ ഫീസ്, പിന്നെ അവർ പല രീതിയിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കിയിട്ടായിരിക്കും കളി കാണാൻ പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊക്കെ പോയില്ലേ. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് എവയിൽ കളി വെക്കാന്നില്ലാണ്. എന്നാൽ പിന്നെ നമ്മുടെ ഫാൻസിനെങ്കിലും അത്തരത്തിലുള്ള ലാഭം നമുക്കതിൽ നിന്ന് എടുക്കാം. പിന്നെ ഇപ്പോൾ പുറത്തുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോച്ചിനെ പുറത്താക്കുമെന്നുള്ള രീതിയിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കണ്ടറിയേണ്ട വസ്തുതയാണ്. അപ്പോൾ നമ്മൾ ഈ മാനേജ്മെൻറ്റിനെതിരെ നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ ഓക്കെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ സീസൺ ഏതായാലും ഇങ്ങനെ പൊയ്ക്കോട്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ അവരോട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഈ മാനേജ്മെൻറ്റിനെ ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളുടെ നിലപാടിൽ നിങ്ങൾ വിശ്വസിക്കുക, ഈ മാനേജ്മെൻറ്റിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് പോലത്തെ ഇത്രയും ISL-ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമിനെ ഇത്തരത്തിൽ ഒരു മാനേജ്മെൻറ്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം പരക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെലഗേഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് 6 കളിയിൽ നിന്ന് 1 പോയിന്റ്, പിന്നെ ലാസ്റ്റിലെ മുഹമ്മദൻസ് 4 കളിയും തോറ്റു, അപ്പോൾ 0 പോയിന്റ്. അതുകൊണ്ട് നമ്മൾ 13ാം സ്ഥാനത്ത് നിൽക്കുക. നമുക്ക് ഈ കളി തോറ്റാൽ നമുക്ക് പിന്നെ ആരെ കിട്ടും, നമ്മൾ ഈ പ്രഷർ റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ I-ലീഗിലേക്ക് മാറും. പിന്നെ നമുക്ക് അവിടെ നമ്മുടെ റിയൽ കാശ്മീരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോകുലം കേരള FC-ഒക്കെ ആയിരിക്കും കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ടാവുക. നല്ല രസമുള്ള ലീഗ് കാരണം I-ലീഗ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് പെർഫോം ചെയ്യാൻ പറ്റുന്ന വേദി കാരണം. അപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് റെലഗേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടീമിനെ നശിപ്പിച്ചല്ലോടാ ഈ ടീമിനെ. ഇവന്മാർക്ക് എങ്ങനെ പോയാലും ഇവന്മാർക്ക് ഇതിന് അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളുണ്ടാവും. ബ്ലാസ്റ്റേഴ്സ് അല്ലേ, അത്രയും ഫാൻ ബേസ് ഉള്ള ടീമാണ്, അഡ്വർടൈസ്മെന്റ് വരും, ഇവന്മാർക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടും. പിന്നെ ആകെ ഇപ്പോൾ ഒരു ഫണ്ട് കുറഞ്ഞൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങളിൽ നിന്ന് ആ കിട്ടുന്ന ഫണ്ട് ഉണ്ടാവില്ലോ, ടിക്കറ്റും പൈസയും ബാക്കിയുള്ളൊരു മൊത്തത്തിൽ അവിടുത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫണ്ട്, അത് ഏതായാലും കുറഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവന്മാർക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ JCCയിലൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മളെ ക്ലബിനെ ഇവന്മാർ നശിപ്പിച്ച് എന്താണ് അവിടെ പഞ്ചാബ് FC, ഇന്റർ കാശി ഇവന്മാരൊക്കെ നമ്മൾ വന്ന് കൊട്ടിയിട്ട് പോകണം. ഈ മുംബൈയും കൊൽക്കത്തയൊക്കെ എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ട്. കാരണം ഇവന്മാർ കുറേ കാലമായിട്ട് ISL കളിക്കുന്ന ടീമാണ്. ഇവന്മാർക്ക് അതിൻ്റെ സ്കൂഡ് ഉണ്ടെന്നെങ്കിലും പറയാം. ഈ ഇന്റർ കാശിയും പഞ്ചാബ് FCയും ഒക്കെ വന്ന് കൊട്ടി പോവുക. ആ പോയിന്റ് കിട്ടാത്ത എല്ലാവരും ഇവിടെ വന്നിട്ട് പോയിന്റ് എടുത്തു പോവുക. ചെന്നൈ അത്രയും തോറ്റിക്കണം, ചെന്നൈ ഇവിടെ വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിനായിട്ട് ജയിച്ചു പോവുക. ഇതൊരു അവസ്ഥയാണ്. ഇതിലിപ്പോൾ ആകെ കേരളം എന്താണ് നിരുത്സാഹപ്പെടുത്തിയത് നമ്മുടെ ഈസ്റ്റ് ബംഗാളിനെയാണ്. ബാക്കി എല്ലാവരും സന്തോഷപ്പെടുത്തിയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഒരു മറ്റോടത്തെ സീസണായി പോയി ഇപ്രാവശ്യത്തെ സീസണ്, ഒരു ഒലക്കമത്തെ മാനേജ്മെൻറ്റും. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കളിയുണ്ട്. ഇപ്പോൾ ഞാൻ ഹാഫ് ടൈമിൽ ഞാൻ കളിയിരുത്തി. ഓക്കെ, വെറുതെ എന്തിനാ മൊബൈലത്തെ നെറ്റ് കഴിക്കണേ, കോൾ നമ്മളെന്ത് ഒരു സംഭവത്തേക്ക് നമ്മളെ ടൈമും നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മളെ മൊബൈൽ ഡാറ്റ അറിയുന്നത് നമ്മളെ പൈസ തന്നെയാണ്, നമ്മളെ റീചാർജ് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കളി കാണുമ്പോൾ എന്തിനാ വെറുതെ സമയം വേസ്റ്റ് ആക്കണേ. ഞാൻ ഹാഫ് ടൈമിൽ തന്നെ നിർത്തി കളി. ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഉണ്ടപ്പോൾ എന്താ തോന്നിയത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക.